പണ്ടൊരു കുട്ടി എന്നിട്ട് മഹാത്മാവിനോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ. പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു മന്ത്രോപദേശം ചെയ്യാം. അപ്പൊ മന്ത്രോപദേശം കൊടുത്തു. പക്ഷെ ഈ കുട്ടിക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പറഞ്ഞു, മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് എന്ത് കാര്യം, നിങ്ങൾ വേറെന്തെങ്കിലും വഴി പറഞ്ഞുതരൂ. അപ്പൊ ഇദ്ദേഹം ഒരു രത്നം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ വിലയൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ, വിൽക്കരുത്, അന്വേഷിച്ചിട്ട് വരാൻ. ഇവനൊരു കടയിൽ പോയി വ്യാപാരിയുടെ അടുത്ത് അയാൾക്ക് ഈ രക്തം കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഓ, ഇത് മരതകം, വളരെ എക്സ്പെൻസീവാണ്. അപ്പൊ ചോദിച്ചു, എന്തുവായിരുന്നു? ഇത് ഇത്രയും വില വരും. അപ്പൊ വിൽക്കരുത് പറഞ്ഞിട്ട് വേറൊരു കടയിൽ പോയി. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, ഇത് വളരെ ആന്റിക്കാണ്, ഇതിന് കുറേയും കൂടിയും വലിയ വില വരും, ഇത് അത്ര അമൂല്യമാണ്. വീണ്ടും മറ്റൊരു കടയിൽ പോയി. അവിടെ കൊണ്ട് കാണിച്ചു, പറഞ്ഞു, ഇത് ഇന്ന രാജവംശം ഉള്ള കാലത്തുള്ള രത്നമാണ്, ഇതിന്റെ പണി ഇന്ന് ഈ പണി അറിയുന്നവര് വളരെ വിരളമാണ്, അതുകൊണ്ട് ഈ രക്തം കളയരുത്, ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. ഇവൻ അന്തം വിട്ടു. എന്റെ ഈശ്വര, എന്റെ കയ്യിലുള്ള സാധനം ഇത്രയും അമൂല്യമോ? ഗുരുവിന്റെ അടുത്തെത്തി. ഗുരു പറഞ്ഞു, നീ നാമം ചൊല്ലിയപ്പോൾ നിനക്കതിന്റെ വില അറിയാത്ത പോയത്, ഞാൻ വില അറിയാത്തവനാണ് പറഞ്ഞു തന്നത്. ചൊല്ലി ചൊല്ലി കുറെ കഴിഞ്ഞാൽ നിനക്ക് നാമത്തിന്റെ വില അറിയുമ്പോൾ മനസ്സിലാവും, അത് അമൂല്യമായൊരു നിധിയാണ്.